നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബജറ്റ് അവതരണത്തിൽ കമ്മികളെ മുന്നിലിരുത്തി അവരുടെ അണ്ണാക്കിൽ മണ്ണ് വാരിയിട്ട് വി.ഡി. സതീശൻ. കലാലയങ്ങളിലെ ഇടതു ഗുണ്ടായിസത്തിന് അറുതി വരുത്തുമെന്ന വമ്പൻ പ്രഖ്യാപനം. അതിനുവേണ്ടി ബജറ്റിൽ ഒരു പദ്ധതി തന്നെ പ്രഖ്യാപിക്കുന്നു. അതും CPM-കാരെ ചിലതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. കലാലയങ്ങളിൽ ഒരു ശുദ്ധീകരണത്തിന് തന്നെയാണ് പുതിയ സർക്കാരിന്റെ നീക്കം. ഇടിമുറികളും ഗുണ്ടായിസവും കലാലയങ്ങളിലെ ലഹരി കച്ചവടങ്ങൾക്കും എല്ലാം പൂട്ടിടുമെന്ന്. വയനാട് പൂക്കോട് സർവകലാശാലയിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പദ്ധതി പ്രഖ്യാപിച്ചത്. കലാലയങ്ങളിലെ റാഗിങ്ങും അക്രമങ്ങളും പൂർണ്ണമായി തടയുന്നതിനായി സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഒരാപ്പ് മാത്രമല്ല, മറ്റു ചില പദ്ധതികളും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഇത് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെങ്കിൽ കലാലയങ്ങളിൽ SFI, KSU, ABVP തുടങ്ങിയ എല്ലാത്തിൻ്റെയും ഗുണ്ടായിസത്തിന് അറുതി വരും. ഇനിയും സിദ്ധാർത്ഥന്മാർ ഉണ്ടാകാതിരിക്കാൻ ഇതുപോലെയുള്ള പദ്ധതികൾ അനിവാര്യമാണ്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് നടപ്പിലാക്കുമെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. കൂടാതെ അക്കാദമിക് വിഷയങ്ങളിലെ അമിത രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കാൻ പ്രത്യേക അക്കാദമിക് കൗൺസിലും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കോളേജുകളിൽ ഓംബുഡ്സ്മാൻ സംവിധാനവും നിലവിൽ വരും. ബിരുദധാരികൾക്ക് വേഗത്തിൽ തൊഴിൽ ലഭ്യമാക്കാൻ സഹായിക്കുന്ന ബ്രിഡ്ജ് പ്രോഗ്രാമുകളും കോഴ്സുകളും ആരംഭിക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ സാങ്കേതിക മേഖലകളുടെ പുരോഗതിക്കായി വൻതുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി മാത്രം 232.1 കോടി രൂപ അനുവദിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഗവേഷണങ്ങൾക്കും വികസനത്തിനുമായി ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റി സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിനൊപ്പം സംസ്ഥാനത്തെ കലാ സാംസ്കാരിക മേഖലയുടെ ഉന്നമനത്തിനായി ആകെ 203.93 കോടി രൂപയാണ് സർക്കാർ ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിദ്ധാർത്ഥന്റെ പേരിൽ രൂപീകരിക്കാൻ പോകുന്ന കലാലയങ്ങളിലെ ഗുണ്ടായിസം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. അതുതന്നെയാണ് വലിയൊരു മാറ്റമാണ് ഈ ഒരു പദ്ധതി കൃത്യമായി മുന്നോട്ട് നടപ്പായാൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം എത്രയോ കുട്ടികളാണ് ഈ കലാലയത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവരുടെ വിദ്യാഭ്യാസം പാതി മുടങ്ങിപ്പോകുന്നു, പലരും അപകടത്തിൽപ്പെട്ടു പോകുന്നു. എത്രയോ കുട്ടികളാണ് ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇതിനെല്ലാത്തിനും ഒരു അറുതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. എത്രയോ കാലങ്ങളായി കേരളത്തിലെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇതുതന്നെയായിരുന്നു. കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത്. അത് ഉറപ്പാക്കാൻ ഈ സർക്കാരിന് സാധിച്ചാൽ അത് വലിയൊരു നേട്ടം തന്നെയാണ്. സാംസ്കാരിക തീർത്ഥാടന കേന്ദ്രങ്ങളുടെ വികസനത്തിനും ബജറ്റിൽ പ്രത്യേക പരിഗണന ലഭിച്ചിട്ടുണ്ട്. തൃശ്ശൂരിന്റെ ഹൃദയഭാഗമായ തേക്കിൻകാട് മൈതാനം ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിനായി 10 കോടി രൂപയാണ് വകയിരുത്തിയത്. കൂടാതെ ലോക പ്രശസ്തമായ ശിവഗിരി മഠത്തിലെ തീർത്ഥാടന പ്ലാറ്റിനം ജൂബിലി സ്മാരക കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനായി 5 കോടി രൂപയും ബജറ്റിൽ പ്രത്യേകം അനുവദിച്ചിട്ടുണ്ട്. ബജറ്റിൽ മറ്റു പല കാര്യങ്ങൾക്കും ഇതുപോലെ പ്രാധാന്യം നൽകി ഉയർത്തി കാണിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കലാലയങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണ് ഏറെ കയ്യടി നേടിക്കൊണ്ടിരിക്കുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചിലതൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വലിയ രീതിയിൽ തകർച്ച നേരിട്ട ഒരു സർക്കാർ തന്നെയായിരുന്നു. കാരണം എടുത്തു പറയേണ്ടത് ഈ SFI, DYFI ഗുണ്ടായിസം അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. പിണറായി സർക്കാരിൻ്റെ 10 വർഷക്കാലത്ത് ഇവിടെ കലാലയങ്ങളിൽ SFIയുടെ പൂണ്ട് വിളയാട്ടമായിരുന്നു എന്ന് വേണം പറയാൻ. CPM-ന്റെ പരിപാടികൾക്ക് വേണ്ടിയൊക്കെ കേരള സർവകലാശാലയിൽ നിന്നൊക്കെയാണ് വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുപോയി സമരത്തിനും മറ്റും കൊണ്ടുപോയിട്ടുള്ളത്. ഇത്തരത്തിൽ ആ സർക്കാർ ഭരിക്കുന്ന കാലത്ത് അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ അടിച്ചൊതുക്കുന്ന സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ലഹരി ഉപയോഗം. സർവകലാശാലകളിൽ, കോളേജുകളിൽ, സ്കൂളുകളിൽ വരെ ഇങ്ങനെ ലഹരി ഒഴുക്കാണ്. ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി അത് പൂർണ്ണമായും തകർത്തെറിയേണ്ടത് നമ്മുടെ തലമുറയെ സുരക്ഷിതമാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടിയും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ബജറ്റിൽ അതിനു വേണ്ടിയിട്ടുള്ള തുക വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്ന് മാഫിയകളെ അടിച്ചമർത്താൻ പോലീസ് വിങ്ങുകൾ വിപുലീകരിക്കും. ക്രമസമാധാന പരിപാലനത്തിനും സ്റ്റേഷൻ നടത്തിപ്പിലും സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കാൻ
കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ വനിതകളെ സ്റ്റേഷൻ ഓഫീസർമാരായി നിയമിക്കും എന്ന ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. ഇതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ ലഹരി ഉപയോഗം, അതിൻ്റെ വേരറുക്കുക എന്നുള്ളത്. കലാലയങ്ങളിലൊക്കെ സുലഭമാണ് അതിമാരക ഡ്രഗ്സുകൾ. സ്കൂളുകളിലേക്ക് വരെ കുട്ടികളുടെ, അതായത് ചെറിയ കുട്ടികളുടെ സ്കൂളുകളിലേക്ക് വരെ ഇത്തരത്തിൽ ലഹരി ഒഴുക്കാണ്. ഇതിനെല്ലാം അറുതി വരുത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിന് ആർജവമുള്ള ഒരു സർക്കാർ ഉണ്ടാകണം. ഈ പ്രഖ്യാപനങ്ങളൊക്കെ പ്രഖ്യാപനങ്ങളായി മാത്രം ഒതുങ്ങാതെ അത് കൃത്യമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ കലാലയങ്ങളിൽ വലിയ രീതിയിൽ ഒരു ശുദ്ധീകരണത്തിന് സാധിക്കും എന്നുള്ളതാണ് ഉറപ്പിച്ചു പറയുന്നത്. സിദ്ധാർത്ഥന്റെ പേരിൽ തന്നെ സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിച്ചത് വെറുതെയല്ല. അതൊരു ഓർമ്മപ്പെടുത്തലായി ഇവിടെ തന്നെ ഉണ്ടാകണം. കലാലയങ്ങളിലെ അക്രമ രാഷ്ട്രീയങ്ങൾക്ക് അറുതി വരുത്തണം. അതിന് ആർജവമുള്ള സർക്കാർ വേണം. മാറി മാറി വരുന്ന സർക്കാരുകളുടെ കാലത്ത് അതാത് രാഷ്ട്രീയക്കാരുടെ വിദ്യാർത്ഥി സംഘടനകൾ മതിച്ചു പുളയ്ക്കാറാണ് പതിവ്. കഴിഞ്ഞ 10 വർഷക്കാലം SFI DYFI മതിച്ചു പുളച്ചു. ഇനി ഞങ്ങൾക്കാകാമെന്ന് KSU ഇറങ്ങിയാൽ അക്രമം തുടർക്കഥയാകും. ഇവിടെ വേണ്ടത് ഏത് സർക്കാർ വന്നാലും കലാലയങ്ങളിൽ സ്വസ്ഥമായ അന്തരീക്ഷമാണ്. ആര് ഭരിച്ചാലും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ആർജവം കാണിക്കുക. കലാലയ രാഷ്ട്രീയം വേണം, പക്ഷേ അതിരുകടന്നു പോകരുത്. എത്രയോ വിദ്യാർത്ഥികളുടെ ജീവനാണ് ഇതിനോടകം പൊലിഞ്ഞിരിക്കുന്നത്. എത്രയോ കുടുംബങ്ങൾ കണ്ണീർ കയത്തിൽ കിടക്കുന്നു. സർക്കാർ പ്രഖ്യാപിച്ച സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ പദ്ധതിക്ക് കൈയടിക്കുകയാണ് കേരളത്തിലെ മാതാപിതാക്കൾ. സഭയിൽ മുഖ്യമന്ത്രി സിദ്ധാർത്ഥനെ കുറിച്ച് പറഞ്ഞതും വെട്ടിവിയർത്തത് ഇടതുപക്ഷക്കാരാണ്. കാരണം പ്രതിസ്ഥാനത്തുള്ളത് SFIക്കാരായിരുന്നല്ലോ. മാത്രമല്ല മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടിയ വഞ്ചനയായിരുന്നു സിദ്ധാർത്ഥന്റെ കുടുംബത്തോട് കാണിച്ചത്. SFI പ്രവർത്തകരടക്കം 18 പേർ പ്രതികളായ കേസ് അട്ടിമറിക്കാൻ സർക്കാരിന്റെ ഭാഗത്താണ് നീക്കം നടന്നത്. സിദ്ധാർത്ഥന്റെ പേരിൽ ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ സിദ്ധാർത്ഥനെ കുറിച്ചുകൂടി നമ്മൾ പറഞ്ഞു പോകണമല്ലോ. 2024 ഫെബ്രുവരി 18-നായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥനെ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിൽ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്ന് വരുത്താൻ പോലീസ് ധൃതിപ്പെട്ട സംഭവത്തിൽ അടിമുടി ദുരൂഹതയായിരുന്നു. മരിച്ച സിദ്ധാർത്ഥന്റെ ദേഹത്ത് കണ്ട മുറിവുകളും കോളേജ് അധികൃതരുടെ അസ്വാഭാവികമായ പെരുമാറ്റവും മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ വീട്ടുകാർ പരാതി നൽകുന്നതിൽ എത്തിച്ചു. കോളേജിലെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കോളേജിൽ വെച്ച് ആംബുലൻസിലേക്ക് ഒരാൾ എറിഞ്ഞ കടലാസും അതിലൂടെ പുറത്തു വന്ന വിവരങ്ങളുമാണ് അതിക്രൂരമായ റാഗിങ്ങിന് സിദ്ധാർത്ഥൻ ഇരയായി എന്ന വിവരം വീട്ടുകാർ അറിയാനിടയാക്കിയത്. 16-ാം തീയതി മുതൽ SFI പ്രവർത്തകരടക്കമുള്ളവരിൽ നിന്ന് പാറപ്പുറത്തും മുറിയിലും വെച്ച് സിദ്ധാർത്ഥൻ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. അടിവസ്ത്രം മാത്രം ധരിക്കാൻ അനുവദിച്ച് പരസ്യ വിചാരണ ചെയ്തു. ബെൽറ്റും മൊബൈൽ ഫോൺ ചാർജറുകളും വെച്ച് അടിക്കുകയും ശരീരത്തിൽ പലതവണ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ പോലീസ് കൊണ്ടുപിടിച്ച് ശ്രമിച്ചപ്പോൾ പ്രതികളെ രക്ഷിക്കാൻ ഹോസ്റ്റൽ വാർഡനും ഡീനും പ്രയത്നിച്ചു. SFI പ്രവർത്തകരായ പ്രതികളെ സഹായിക്കുന്നതായിരുന്നു സർക്കാർ നിലപാടുകൾ. ഒടുവിൽ സമ്മർദ്ദം ശക്തമായതോടെയാണ് കേസിൽ നടപടികളുണ്ടായത്. കേസിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതോടെ മരണത്തിന് ഉത്തരവാദികളായ 19 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. ഗവർണറുടെ ഇടപെടലിലൂടെ VCയും ഡീനും വാർഡനുമെല്ലാം നടപടി നേരിട്ടു. CPM നേതാവും മുൻ MLAയുമായ CK ശശീന്ദ്രൻ പ്രതികളെ എത്തിച്ചപ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിയെന്ന വിവാദവും CPM നിലപാടിനെ സംശയത്തിലാക്കുന്നതായി. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കേസ് പിന്നീട് സർക്കാർ CBIക്ക് വിട്ടെങ്കിലും രേഖകളടക്കം കൈമാറുന്നതിൽ താമസം വരുത്തി കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമവും ഉണ്ടായി. പിണറായി സർക്കാരിന്റെ കാലത്ത് ആ കുടുംബത്തോട് കൊടിയ അനീതി കാണിച്ചു. സിദ്ധാർത്ഥന്റെ പേരിൽ തന്നെ കലാലയങ്ങളിൽ ഒരു പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് മുൻ സർക്കാരിനിട്ടുള്ള കുത്ത് തന്നെയാണ്. എന്തായാലും വലിയ മാറ്റങ്ങൾ ഈ ഒരു പദ്ധതി കൊണ്ടെങ്കിലും കലാലയങ്ങളിൽ ഉണ്ടാകട്ടെ. സർക്കാരിന് ആർജവത്തോടെ തന്നെ കലാലയങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിയട്ടെ. ഗുണ്ടായിസം കാണിക്കുന്നവരെ തൂക്കി അകത്തിടാൻ കഴിയട്ടെ. അതിപ്പോൾ SFI ആണെങ്കിലും KSU ആണെങ്കിലും ABVP ആണെങ്കിലും ആര് ഗുണ്ടായിസം കാണിച്ചാലും അവർക്കെതിരെ നടപടിയെടുക്കണം. എന്തായാലും ഇങ്ങനെ ഒരു പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി VD സതീശന് വലിയ കയ്യടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കയ്യിലെടുക്കാൻ തന്നെ പൂക്കി സർക്കാർ നീക്കം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ജൻസികളെയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സതീശൻ സർക്കാർ. അങ്ങനെയും കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത പ്രഖ്യാപനങ്ങളിൽ നിന്ന് മാറുന്ന കാലത്തിനനുസരിച്ച് ചിന്തിക്കുന്ന പുതിയ തലമുറയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി സഭയിൽ നടത്തിയത്.
ഡിജിറ്റൽ ലോകത്തും നൂതന ആശയങ്ങളിലും വിപ്ലവം സൃഷ്ടിക്കുന്ന ജെൻസി യുവാക്കൾക്കായി ബജറ്റിൽ പ്രത്യേക സ്റ്റാർട്ടപ്പ് പദ്ധതിയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനായി 50 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ വകയിരുത്തിയത്. കേരളത്തിലെ ന്യൂജൻ പിള്ളേരുടെ കഴിവുകളെയും സംരംഭകത്വ മോഹങ്ങളെയും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്വന്തമായി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് വലിയൊരു കൈത്താങ്ങായി ഈ സർക്കാർ സഹായം മാറും. പുതിയ സാങ്കേതിക വിദ്യകളും വിപ്ലവകരമായ ആശയങ്ങളുമായി വിപണി കീഴടക്കാൻ ഒരുങ്ങുന്ന യുവാക്കൾക്ക് പലിശരഹിത വായ്പകളും സബ്സിഡികളും സാങ്കേതിക പിന്തുണയും ഉറപ്പാക്കാൻ ഈ തുക വിനിയോഗിക്കും. തൊഴിലന്വേഷകരിൽ നിന്ന് തൊഴിൽ ദാതാക്കളായി മാറാൻ ആഗ്രഹിക്കുന്ന മലയാളി യുവാക്കൾക്ക് ഈ പ്രഖ്യാപനം നൽകുന്ന ആവേശം ചെറുതല്ല. ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം വിദേശത്തേക്ക് ചേക്കേറുന്ന യുവജനങ്ങളെ നാട്ടിൽ തന്നെ നിർത്തി അവരുടെ ബുദ്ധിയും കഴിവും കേരളത്തിന്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കാൻ ഈ സ്മാർട്ട് ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ സാധിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. നാളെയുടെ വാഗ്ദാനങ്ങളായ ന്യൂജൻ പിള്ളേരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവരുടെ നല്ല ഭാവിക്കായി തുക വകയിരുത്തുന്നതിലൂടെ യുവാക്കളുടെ ഹൃദയം കീഴടക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന് സാധിച്ചിരിക്കുകയാണ്. ഈ കന്നി ബജറ്റ് വഴി കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മേഖല ഇനി പുതിയൊരു കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് സർക്കാർ പറയുന്നു. അതേസമയം ബജറ്റിലെ ഏറ്റവും വലിയ ജനപ്രിയ പ്രഖ്യാപനം സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും വലിയൊരു ആശ്വാസമാകുന്ന ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ്. കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ചരിത്ര പ്രധാനമായ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ പ്രഖ്യാപിച്ചത് വലിയൊരു നീക്കം തന്നെയാണ്. ഇതിന്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾക്കും തുടക്കത്തിനുമായി 10 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് മികച്ച ആരോഗ്യ സംവിധാനങ്ങളും ലോകോത്തര സയൻസ് ഗവേഷണ സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി യാഥാർത്ഥ്യമാക്കാൻ 100 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ വയോജനങ്ങളുടെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രം 10 കോടി രൂപ അനുവദിച്ചു. വിട്ടുമാറാത്ത കഠിനമായ രോഗങ്ങൾ ഉള്ളവരെയും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെയും ശാസ്ത്രീയമായ രീതിയിൽ പരിചരിക്കുന്നതിനായി സർക്കാർ കോളേജുകളിൽ പ്രത്യേക കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്ന വലിയൊരു പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. എന്തായാലും വലിയ പ്രഖ്യാപനങ്ങളൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. ഇത് പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങാതെ നടപ്പിലാകട്ടെ എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. കാരണം ഒരുപാട് കാര്യങ്ങൾ, വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതൊക്കെ പ്രഖ്യാപനങ്ങൾ മാത്രമാകാതെ യാഥാർത്ഥ്യമാകട്ടെ എന്നുള്ളതാണ്. എന്തായാലും സിദ്ധാർത്ഥന്റെ പേരിൽ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്, അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് വലിയ കയ്യടി അതിന് കൊടുക്കണം. കാരണം കലാലയങ്ങളിൽ ഒരു വലിയ പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. രാഷ്ട്രീയം കളിക്കാൻ മാത്രമുള്ളതല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയം കളിക്ക് മാത്രമായി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ കലാലയങ്ങളെ. എന്നാൽ അതല്ല, വിദ്യാർത്ഥികൾ കലാലയങ്ങളിൽ എത്തുന്നത് പഠിക്കാൻ കൂടിയാണ്. അവരുടെ ഭാവി സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടി കൂടിയാണ്. ഓരോ കുടുംബങ്ങളും അവരുടെ മക്കളെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അതിനുവേണ്ടിയാണ് അവരെ കലാലയങ്ങളിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി എത്തിക്കുന്നത്. എന്നാൽ അവിടെയുള്ള രാഷ്ട്രീയ കളിയിൽ പല കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും ജീവിതം തന്നെ താറുമാറായി പോകുകയാണ്. അത് തിരിച്ചു പിടിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ. എന്തായാലും അവർക്ക് ഒരു പുതിയ തുടക്കമാകട്ടെ. കലാലയങ്ങളിൽ ഈ ഒരു പൊളിച്ചെഴുത്ത് എന്തായാലും ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.